വിസിറ്റ് ഹൂവധു എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ പരിഷ്മതയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഒരു പ്രൈവറ്റ് സ്പീഡ് ബോട്ടിൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഫിയോരിയിലേക്കാണ് പോകുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ പരിഷ്മതയോടെ നിന്ന് ഒരു 20 മിനിറ്റ് 20 മിനിറ്റിനടുത്ത് ട്രാവലുണ്ട്. ശേഷം നമ്മൾ ഫിയോരിലടുത്ത് ഇനിയുള്ള 2 ദിവസം നമ്മുടെ താമസം ഇവിടെയാണ്. അൺഇൻഹാബിറ്റഡ് ഐലൻഡ് വിസിറ്റ് ചെയ്യുക, കുറച്ച് ഫിഷിംഗ് നടത്തുക, സൈറ്റ് സീയിങ്, ഇതൊക്കെയാണ് നമ്മുടെ വരും ദിവസങ്ങളിലെ പരിപാടികൾ. ഇവിടെ താമസിക്കാൻ ഫിയോരിയിൽ താമസിക്കാൻ ഹോട്ടലുകളൊന്നുമില്ല. പക്ഷേ ചില വീടുകളൊക്കെ നവീകരിച്ച് ഗസ്റ്റ് ഹൗസുകളാക്കിയിട്ടുണ്ട്. അതിലൊന്നിലായിരിക്കും നമ്മുടെ ഫിയോരിയിലെ താമസം. അപ്പോൾ ഗാഫ്താൽ അറ്റോളിലൊരു ചെറിയ ദ്വീപാണ് ഫിയോരി. 1.73 കിലോമീറ്റർ നീളവും ഒരു 0.73 കിലോമീറ്റർ വീതിയൊക്കെ ഉള്ള ഈ ഐലൻഡ്, ചുറ്റും നല്ല റീഫൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബീച്ചൊക്കെ ആയതിനാൽ വളരെ മനോഹരമാണ്. ഈ ഈറ്റപ്പുല്ല് കൾട്ടിവേഷനും അതിൽ നിന്ന് നെയ്ത് മാറ്റുണ്ടാക്കുകയൊക്കെ ആയിരുന്നു ഇവരുടെ പരമ്പരാഗത തൊഴിൽ. Congratulations, you're finally free to be the same as you used to be or change what you usually think. Either way, it's been a hell of a week. മനുഷ്യരിൽ ഇവിടെ വളരെ കുറച്ച് ആൾതാമസമുള്ളൂ. ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് യുവാക്കൾ ജോലിക്കും ബിസിനസ്സും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വികസിച്ച പല ഐലൻഡുകളിലേക്കും മാലെ, കുലുമാലെ തുടങ്ങിയ വികസിച്ച ഐലൻഡുകളിലേക്ക് അവരൊക്കെ മാറിയിട്ടുണ്ട്. അവർക്ക് അവിടെ ജോലിയും ബിസിനസ്സൊക്കെ ആയിട്ട് മാറിയതുകൊണ്ട് നമ്മളിവിടെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നടക്കുമ്പോൾ കുറേ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ആൾതാമസമില്ലാതെ പകുതി പണിതിട്ട പോലെയൊക്കെയുള്ള വീടുകൾ നമുക്കിവിടെ ധാരാളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാര്യം ഇതൊരു അത്ര വികസിച്ചിട്ടുള്ള ഐലൻഡ് അല്ലാത്തതിനാൽ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ലഞ്ച് എന്തായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട താമസം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഐലൻഡ് കൂടിയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോയിൽ. അപ്പോൾ അത് അവരുടെ ഫാമിലിയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ലഞ്ച് തന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ ഇറങ്ങി ഫ്രഷപ്പൊക്കെ ആയിട്ട് റാംസാംസിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് തിരിച്ച് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ തിരിച്ച് വന്നു. അല്പനേരം വിശ്രമിച്ച് ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടെ ബീച്ചുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഉല്ലാസങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ആളുകളുടെ സായാഹ്നം ഒരു ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ഒരുപോലെയൊക്കെ ആയിരിക്കും. അവർ വീട്ടുകളിൽ നിന്നൊക്കെ ചില ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ബീച്ചിലൊക്കെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് കുട്ടികളൊക്കെ അവിടുത്തെ ബീച്ചിലൊക്കെ കളിച്ച് അങ്ങനെ പോകുന്നതാണ് ഇവരുടെ മിക്ക സായാഹ്നങ്ങളും. അപ്പോൾ ഞങ്ങളും അതുപോലെ റെസ്റ്റെല്ലാം കഴിഞ്ഞ് ബീച്ചിലേക്കൊക്കെ വന്ന് അല്പനേരം ബീച്ചിലൊക്കെ സമയം ചിലവഴിച്ച്
കാര്യം മനസ്സിലായില്ല അവന്. നമ്മളാണെങ്കിൽ 10 തവണ പറയേണ്ടി വന്നേ. ഇവിടെ കുറച്ച് ഫിഷിംഗ് ഒക്കെ നടത്തിയിട്ട് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം നൂഡിൽസാണ് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചത്. അതെല്ലാം കഴിച്ച് ഞങ്ങളുടെ ഒരു ദിവസം അവസാനിച്ചു. ഇനി വരുന്ന 2 ദിവസം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അൺഇൻഹാബിറ്റൻ്റ് ഐലൻഡുകൾ വിസിറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോയിലും കൂടി ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം.